ഹായ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് കാണാൻ രസമുള്ള കാഴ്ചകളുണ്ട്. അതിൽ നമ്മൾ എന്തോരം കണ്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാ മനുഷ്യരും ജനിക്കുന്നു, കുറേ എന്തൊക്കെയോ ചെയ്യുന്നു, ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നു, ആരെയൊക്കെയോ ബോധിപ്പിക്കുന്നു, എന്നിട്ട് ഒരു ടൈം എത്തുമ്പോൾ നമ്മൾ മരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാനായി ഈ ലോകത്ത് ഒരുപാട് കാഴ്ചകൾ, നല്ല ഭംഗിയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ ചുരുക്കം ആൾക്കാർ കാണാൻ ശ്രമിക്കാറുണ്ട്, കുറേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഉൾപ്പെടെ ഇപ്പം ഈ വീഡിയോ കാണുന്ന പകുതി ആൾക്കാരും കാണാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ ഒന്നും വേണ്ട, ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ടൂർ പോകണമെന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ മേ ബി ചിലപ്പോൾ വിടും, ചിലപ്പോൾ വിടില്ല, കുറച്ച് വലുതായിട്ട് പൊക്കോ എന്ന് പറയും. പക്ഷേ നമ്മൾ ഒന്നും വലുതായ ഒരു പ്രായം എത്തുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ ട്രിപ്പ് പോകണു, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അയ്യോ ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ പോയാൽ ശരിയാവില്ല, നീ പ്രായമായിട്ട് ഇത്രയും പ്രായമായിട്ട് ഇനിയിപ്പോൾ ട്രിപ്പൊന്നും പോകണ്ട, അവരുടെ കൂടെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് കരുതും, അതൊന്നും ശരിയാവില്ല, നമുക്ക് ഫാമിലി ആയിട്ട് പോകാമെന്ന് പറയും. എന്നിട്ട് ഫാമിലി ആയിട്ട് പോകുന്നത് മറ്റേ തീർത്ഥാടനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരിക്കലും ഭക്തി വേണ്ട എന്നല്ല, പക്ഷെ എപ്പോഴും അത് മാത്രമാകുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകൾ നമ്മളതിൽ കാണുന്നില്ല. പിന്നീട് നമ്മൾ മാക്സിമം എല്ലാ പാരൻസും പറയുന്നത്, നിനക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ട് പൊക്കോ, ഭർത്താവിൻ്റെ കൂടെ പൊക്കോ. സ്വന്തം വീട്ടുകാർ തരാത്ത സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടിൽ കിട്ടുന്ന പാരൻസിന് എന്തുറപ്പാണുള്ളത്? അവരങ്ങനെയാണോ വളർന്നു വന്നത്? അവർക്ക് ചെറുപ്പത്തിൽ കിട്ടാത്തതൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ നേടിയതുപോലെയാണ് അവർ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അവർ നോർമലായിട്ട് അവർക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മേലെ വീണ്ടും ഇൻജെക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അത് മാറി ചിന്തിച്ച് എനിക്ക് കിട്ടാത്തത് പോലും എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് കരുതിയിട്ട് ഓക്കെ, അവർക്കത് പോകാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടം, അല്ലെങ്കിൽ കറങ്ങാൻ ഇഷ്ടമാണ്, ശരി, അവർ പൊക്കോട്ടെ. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾ കൂടെ ഉണ്ട്, സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് എപ്പോഴും ശരി മാത്രം കണ്ടു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റെന്താണെന്ന് അറിയില്ല, വേഗം തെറ്റിൽ പോകാനുള്ള വഴിയുണ്ടാവും. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിലും ചില തെറ്റുകൾ വരുമ്പോൾ അത് പോട്ടെ, അത് തിരുത്താനുള്ള ഇതാണെന്ന് പറഞ്ഞിട്ട് തിരുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നേക്ക് അത്രയേ ഉള്ളൂ. ബൈ.